നിരന്തരമുള്ള അറിയിപ്പുകൾ നമുക്ക് അവിടെ നിന്ന് കേൾക്കാം. പരമാവധി ആളുകളെയും എത്രയും വേഗം VSനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരം ഒരുക്കി ആ ഗ്രൗണ്ടിന് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ അറിയിപ്പുകളുടെയും ക്രമീകരണങ്ങളുടെയും ഒക്കെ ലക്ഷ്യം. പക്ഷേ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാത്രി അത് ഒരുപക്ഷെ പുലർച്ചെ വരെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 രാത്രി കേരളം ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് ആ ജനനായകനെ ഒരു നോക്ക് കാണാൻ വേണ്ടി. അങ്ങനെ VSനായി രാത്രിയെ പകലാക്കുന്ന 3ാമത്തെ ദിനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴും ആരുടെയും ഊർജത്തിനോ ആരുടെയും ആഗ്രഹത്തിനോ ഒരിറ്റും കുറവ് വന്നിട്ടില്ല. എല്ലാവർക്കും എങ്ങനെയായാലും എത്ര സമയം കാത്തുനിന്നായാലും മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിലായാലും ഏറ്റവും പ്രിയപ്പെട്ട ജനനായകനെ ഒരു നോക്ക് കണ്ടാൽ മാത്രം മതി. വലിയ ചുടുകാട് അതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിനെ സ്വീകരിക്കാനായി അവിടെ തയ്യാറായി കഴിഞ്ഞു. അവിടെ നിന്നുള്ള കാഴ്ചകൾ അത് എത്രമാത്രം ഹൃദയസ്പർശിയായിരുന്നു, കണ്ണു നിറയ്ക്കുന്നതായിരുന്നു എന്നുള്ളത് ഇതിനോടകം നമ്മളെല്ലാവരും കണ്ടു. അവിടെ ചുവന്ന റോസാ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച ആ ഇടത്ത് തെളിമയോടെ നിൽക്കുന്ന 2 അക്ഷരം VS, അത് കേരളത്തിൻ്റെ ഹൃദയത്തിൽ കോറിയിട്ട 2 അക്ഷരങ്ങൾ കൂടിയാണ്. അത് പക്ഷേ വലിയ ചുടുകാട്ടിൽ അതിങ്ങനെ തെളിമയോടെ കാണുമ്പോൾ വേദനയാണ് ഹൃദയത്തിലുണ്ടാകുന്നത്. കണ്ടമിടറും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ കേരളത്തിൻ്റെ സമരനായകനെ സ്വീകരിക്കാൻ വലിയ ചുടുകാടും ഒരുങ്ങിയിരിക്കുകയാണ്. നിസ്വവർഗ സേവനത്തിൻ്റെ, നിസ്വാർത്ഥ സേവനത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ പോരാളിയെ സ്വീകരിക്കാൻ പോരാട്ടങ്ങൾ ഒരുപാട് കണ്ട ആ രണഭൂമിക കാത്തിരിക്കുക കൂടിയാണ്. അവിടേക്കും ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. എവിടെ നിന്നായാലും VSനെ കാണാനുള്ള അവസരം അത് എവിടെയായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് കൃത്യമായി കണക്ക് കൂട്ടാൻ കഴിയാത്ത മനുഷ്യർ അതിന് സാധിക്കുമെന്ന് തോന്നുന്ന എല്ലാ ഇടങ്ങളിലേക്കും എത്തുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷാജഹാൻ ആവർത്തിച്ച് പറഞ്ഞതുപോലെ കനത്ത മഴ പെയ്യുമ്പോഴാണ് ഇത്രയധികം ആളുകൾ ആ ബീച്ച് ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതൊന്ന് ഓർത്തു നോക്കണം. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിൻ്റെ ഇരട്ടി ജനബാഹുല്യം ഉണ്ടായേനെ. അപ്പോൾ നമ്മൾ കരുതും മഴയെന്ന് കരുതി ആളുകൾ വരാതിരുന്നിട്ടുണ്ട് അല്ലെങ്കിൽ വന്നവർ മടങ്ങിപ്പോയിട്ടുണ്ട് എന്ന്. പക്ഷെ ഒരിക്കലുമില്ല. ആ മഴയൊക്കെ നനഞ്ഞുകൊണ്ട് ഈ ഗ്രൗണ്ടിന് പുറത്ത് ഇപ്പോൾ അവിടെ ഒരു താൽക്കാലിക പന്തൽ നമുക്ക് കാണാം. പക്ഷേ ആ പന്തലിന് പുറത്ത്, ആ മൈതാനത്തിൻ്റെ തന്നെ ഗേറ്റിന് പുറത്ത് എത്രയോ കിലോമീറ്ററുകളോളം ആളുകളിങ്ങനെ കാത്തു നിൽക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രം. ഷാജഹാൻ ഇനിയും ഒരുപാട് ആളുകൾ ആ ഗേറ്റിന് പുറത്ത് കിലോമീറ്ററുകൾ ദൂരത്തിൽ കാത്തു നിൽക്കുന്നുണ്ടല്ലേ? ഇനിയിപ്പോൾ ഞങ്ങൾക്ക് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ വെളിയിലുണ്ട്. ഇപ്പോൾ കൂടുതൽ ആളുകളെ സംഘാടകരെ വോളണ്ടിയേഴ്സ് വീട്ടിലേക്ക് കടത്തിവിടുന്നുണ്ട്. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സംസ്കാരം കൂടുതൽ വൈകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്ത് കൂടി നിൽക്കുന്ന കൂടുതൽ ജനങ്ങളെ, കൂടുതൽ പേര് വരിവരിയായിട്ടാണ് നേരത്തെ വിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവരെയും കൂട്ടമായി വിട്ടുകൊണ്ട് അവർക്കൊക്കെ തന്നെ തങ്ങളുടെ നേതാവിനെ അവസാനമായി ഒരു കണ്ട് പെട്ടെന്ന് മടങ്ങുക എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ റെഡ് വാലന്റിയേഴ്സും അതോടൊപ്പം തന്നെ ഇവിടെയുള്ളവരും തീരുമാനിച്ചിട്ടുണ്ട്. കാര്യം ഇനിയും ആദ്യം ചെയ്തതുപോലെ നിരനിരയായിട്ട് വന്ന് കണ്ടുപോകുകയാണെങ്കിൽ അതൊരു പക്ഷേ ഇന്ന് പുലർച്ചയോളം ചിലപ്പോൾ തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ സമയം വളരെ വൈകിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്നും ഏതാണ്ട് 2-3 കിലോമീറ്റർ അകലെയാണ് രക്തസാക്ഷികൾ, ചിന്നപ്പുഴ വയനാട് രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടിയാണ്. അവിടെയാണ് VSനെ സംസ്കരിക്കുക. അവിടേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപക്ഷെ മണിക്കൂറുകൾ തന്നെ വേണ്ടി വരും. അങ്ങനെ ഇവിടെ വൈകിക്കഴിഞ്ഞാൽ പിന്നെയും ഇവിടുന്ന് ഈ വാഹനത്തിന് വിലാപയാത്രകളൊക്കെ വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ സമയം ഒരുപാട് വൈകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ടാണെങ്കിലും കൂടുതൽ ആളുകളെ കയറ്റിവിട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പൊതുദർശനം എല്ലാവർക്കും കണ്ടതിന് ശേഷം ദുർനിമം വിലാപയാത്ര തുടങ്ങുക എന്നുള്ളതാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ നേരത്തെ വന്നുകൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ തങ്ങളുടെ പ്രിയ സഖാവിനെ കാണുന്നതിനായിട്ട് ഈ താൽക്കാലിക പന്തലിനുള്ളിലേക്ക് കടന്നു വരുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. ഇവരോടൊപ്പം തങ്ങളുടെ എല്ലാവരും സ്വാഭാവികമായിട്ടും കുടുംബമായി എത്തുമ്പോൾ കുഞ്ഞു കുട്ടികൾ വരെ ഇരുന്ന കയ്യിലുണ്ട്. ആ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കുട്ടികളെയൊക്കെ തന്നെ മഴക്കോട്ടുകളൊക്കെ നോക്കി ഈ മഴയിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ട് മണിക്കൂറോളം കാത്തു നിന്നിട്ടാണ് ഇവരിതിനുള്ളിലേക്ക് കടന്നു വരിക. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് കൊച്ചു കുട്ടികൾക്ക് പോലും അവരെ പോലും കയ്യിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതുപോലും അത്ര വലിയ ഒരു ത്യാഗം സഹിച്ചുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ കാണാൻ എത്തുക എന്ന് പറയുമ്പോൾ അത് ആരുടെയും സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടുള്ള സ്വന്തം മനസ്സിന്റെ തീരുമാനപ്രകാരമാണ്
അവരൊക്കെ തന്നെ തങ്ങളുടെ പ്രിയ സഖാവിനെ അവസാനമായി കാണാൻ ആലപ്പുഴയിലെത്തിയിരിക്കുന്നത്. ആലപ്പുഴയിലും പരിസരത്തുമുള്ള ഇവർ അന്യ ജില്ലകൾ സമീപ ജില്ലകളിൽ നിന്നും എത്തിയിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. കാര്യം ഇന്നും രാത്രിയോടുകൂടിയോ ഇന്നലെ പുലർച്ചയോടുകൂടിയോ ഒക്കെ തന്നെ അവിടെ നിന്നും ആലപ്പുഴയ്ക്ക് യാത്ര തിരിച്ച് ഇവിടെ എത്തിയ ശേഷമാണ് ഇവരിവിടെ മണിക്കൂറുകൾ കത്തി നിൽക്കുന്നത്. ഈ കാത്തുനിൽക്കുന്നിടയിലാണ് ഇവരിപ്പോയി നനഞ്ഞ വസ്ത്രവുമായി ഇവിടെ നിന്നും പ്രിയ സഖാവിനെ കണ്ട് അന്ത്യാഭിവാദ്യം അർപ്പിച്ച ശേഷം ഇവിടെ നിന്നും പുറത്തേക്ക് വീഴുന്നത്. അത്ര വലിയൊരു തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ തിരക്കിനിടയിലും ഇവിടെ എത്തുന്നവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങൾക്കും ഇത് നൽകാതെ വസ്ത്രവാളിന്റെ മറവിന്റെ എല്ലാ സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇത്ര വലിയ ഒരു വിലാപയാത്രയും അതോടൊപ്പം തന്നെ ഇത്ര വലിയ ഒരു പൊതുദർശനമൊക്കെ തന്നെ ആലപ്പുഴയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമാണ് എന്ന് വേണം നമുക്ക് കരുതാൻ. ശരിയാണ്, ഷാജഹാൻ പറഞ്ഞതുപോലെ ഈ ഓരോ കാഴ്ചകളും ഇത് ചരിത്രത്തിൽ ആദ്യമാണ്. ഈ ഓരോ കാഴ്ചകളും ഇതിനു മുൻപ് കേരളം കണ്ടു പരിചയമില്ലാത്തതാണ്. ചുരുങ്ങിയ പക്ഷം ഈ ഏറ്റവും അടുത്ത കാലത്തേക്കെങ്കിലും ഈ വർത്തമാന കാലത്തിൽ കേരളം പരിചയമില്ലാത്ത കാഴ്ചകൾക്കാണ് കഴിഞ്ഞ എത്രയോ മണിക്കൂറുകളായി നമ്മളിങ്ങനെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിച്ചിരുന്ന കാലയളവിലൊക്കെയും പുതിയ ചരിത്രങ്ങൾ തീർത്ത മനുഷ്യൻ ഇതാ അവസാനത്തെ യാത്രയിലും പുതിയ ചരിത്രം തീർക്കുകയാണ്. ആ ചരിത്രം മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃക കൊണ്ട് തീർക്കുന്ന ചരിത്രമാണ് എന്നുള്ളിടത്തു കൂടിയാണ് അത് വ്യത്യസ്തമാകുന്നത്. സാധാരണ നിലയിൽ ഈ സമയക്ലിപ്തത പാലിക്കാൻ അത് കണിശമായി തന്നെ അതിന് ശ്രമിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇവിടെയും അതിനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ജനങ്ങളുടെ നിറഞ്ഞ സ്നേഹത്തിന് മുന്നിൽ അത്തരം ക്രമീകരണങ്ങളൊന്നും അതൊക്കെ ഇങ്ങനെ നേർത്ത് ഇല്ലാതാകുന്നതാണ് നമ്മൾ എത്രയോ മണിക്കൂറുകളായി കണ്ടത്. ആകെ അത് പാലിക്കാൻ സാധിച്ചത് ഇന്നലെ ഉണ്ടായിരുന്ന ആ പൊതുദർശനം ദർബാർ ഹാളിലേത് അത് 2 മണിക്ക് അവസാനിപ്പിക്കുക എന്നതിൽ മാത്രമായിരുന്നു. അപ്പോഴും പിന്നിടേണ്ട ദൂരത്തിൻ്റെ വലിപ്പം അതോർത്തിട്ട് മാത്രമാണ് 2 മണിക്ക് തന്നെ നിർബന്ധമായും ആ പൊതുദർശനം അവസാനിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം രാത്രി 9 മണിയോടെ ആലപ്പുഴയിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചു. 9 മണി എന്ന് പറയുമ്പോഴും കൂടിപ്പോയാൽ അതൊരു 10ഓ 12ഓ മണിക്കെങ്കിലും ആലപ്പുഴയിലേക്ക് എത്തിച്ചേരാനാകുമെന്നുള്ളതായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷകളെയൊക്കെയും തെറ്റിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തു നിന്നും ആലപ്പുഴയിലേക്ക് എത്താനുള്ള സമയം അത് 22 മണിക്കൂർ, അതായത് ഏകദേശം ഒരു ദിവസം സമയമെടുക്കുകയാണ്. 24 മണിക്കൂറിനടുത്ത് സമയമെടുത്താണ് തിരുവനന്തപുരത്തു നിന്നും ആലപ്പുഴയിലേക്ക് എത്തിച്ചേരാനായത് എന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മൾ കണ്ടതാണ് പലയിടത്തും ആ വിലാപയാത്രാ വാഹനം അല്പം വേഗതയിലൊക്കെ ഓടിച്ചു പോകാനുള്ള ശ്രമങ്ങൾ പോലും നടത്തിയിരുന്നു. കാരണം എത്തിച്ചേരേണ്ട ദൂരം അത്ര വലുതായിരുന്നു എന്നതുകൊണ്ട് തന്നെ. എന്നിട്ട് പോലും 22 മണിക്കൂറിലധികം എടുത്തു എന്ന് പറയുമ്പോൾ കേരളം ഒന്നാകെ ഇന്നലെ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള ദൂരത്തിൽ ഇങ്ങനെ അണിചേർന്നു. അവർ കൈകോർത്ത് നിൽക്കുകയായിരുന്നു. പലയിടത്തും ദേശീയപാതയുടെ പണിയൊക്കെ നടക്കുന്ന ഈ ചെറിയ റോഡുകളിലൂടെയൊക്കെ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ റോഡുകളെ പോലും പൂർണ്ണമായും ജനങ്ങളാൽ മൂടുന്ന തരത്തിൽ ആളുകളൊക്കെ ഇങ്ങനെ രാത്രിയെ പകലാക്കി കാത്തു നിൽക്കുകയായിരുന്നു. കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ച് കാത്തു നിൽക്കുകയായിരുന്നു. ആ കാത്തുനിൽപ്പുകളിൽ ഏറ്റവും അതിശയിപ്പിച്ചത് സ്ത്രീകളാണ്, അമ്മമാരാണ്. അവർ എത്ര കൃത്യമായ ബോധത്തോടും കൂടി ആ നേതാവിനെ കാണാനായി വന്നു എന്നുള്ളതാണ്. അതിൽ ചിലർ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു. VS എന്ന ജനനായകൻ നാടിനു വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, സ്ത്രീകൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, പരിസ്ഥിതിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ആ പോരാട്ടങ്ങൾ തുടങ്ങുന്നത് പുന്നപ്രയുടെ വീരമണ്ണിൽ നിന്നാണ് എന്നുള്ളത് ഓർക്കുമ്പോഴാണ് ആ മനുഷ്യൻ പിന്നിട്ട നൂറ്റാണ്ട് ജീവിതത്തിൻ്റെ ഓർമ്മ വീണ്ടും നമ്മുടെയൊക്കെ ചരിത്രബോധത്തെ ഇങ്ങനെ കുളിർമയോടുകൂടി തൊടുന്നത്. അപ്പോൾ ആ കൂടി നിന്ന മനുഷ്യരിൽ അങ്ങനെ ചരിത്രത്തിൽ എന്തുകൊണ്ട് VS ചരിത്രം എന്നത് പറഞ്ഞ ഒരുപാട് പേരെ നമ്മൾ കണ്ടു. പക്ഷെ അതിനപ്പുറം ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ വാചകം പ്രിയപ്പെട്ട നേതാവായിരുന്നു, ജനകീയ നേതാവായിരുന്നു. അതിനൊക്കെയും അപ്പുറം VS എന്നതൊരു വികാരമായിരുന്നു എന്നുള്ളതാണ്. ഇതാ ആ വികാരത്തിൻ്റെ അലയൊലിയാണ്, ആ വികാരത്തിൻ്റെ തള്ളിച്ചയാണ് നമ്മളിവിടെ കാണുന്നത് എന്നുള്ളതാണ്. അല്പം മുമ്പ് ഇതാ മലമ്പുഴയിൽ നിന്നുമുള്ള കുറേ ആളുകൾ അവർ പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച ചെറിയ ബാനറുകളൊക്കെ അവിടെ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. VS ഇല്ലാതെ മലമ്പുഴയുടെ തന്നെ ചരിത്രം പൂർണ്ണമാകില്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ കേരളത്തിൻ്റെ എത്രയോ കോണുകളിൽ നിന്നും എത്രയോ മേഖലകളിൽ നിന്നും 3 ദിവസമായി VS ഉള്ള ഇടങ്ങളിലേക്ക് ഒഴുകിയെത്തിയ മനുഷ്യരാണ്. ജീവിച്ചിരുന്നപ്പോഴും ആ മനുഷ്യൻ്റെ
ഓരോ ദിവസവും ഇങ്ങനെ തന്നെയായിരുന്നു. ഏത് പൊതുവേദിയിലേക്ക് VS എത്തിയാലും അവിടേക്ക് കാതങ്ങൾ താണ്ടി എത്തിച്ചേർന്നിരുന്ന മനുഷ്യരുണ്ട്. ആ വേദികളിലൊക്കെയും VS CPIM-ൻ്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ സൈദ്ധാന്തിക മുഖമായിരുന്നില്ല. പക്ഷേ തെളിമയോടെ കാച്ചിക്കുറുക്കിയ വാക്കുകളിൽ നീട്ടിയും കുറുക്കിയും VS ഇങ്ങനെ രാഷ്ട്രീയം പറയുമ്പോൾ അതിൽ തന്നെ പലപ്പോഴും എതിരാളികളെ കൃത്യമായ രീതിയിൽ അത് നമ്മൾ ഈ അടിക്കേണ്ടിടത്ത് അടിക്കുക എന്നൊക്കെ പറയുന്ന തരത്തിൽ ആ നിലയിൽ VS-ൻ്റെ മറുപടികൾ അത് എതിരാളികളുടെ ഏത് നിലയിൽ അടപ്പിച്ചിരുന്നു എന്നുള്ളതൊക്കെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ എത്രയെത്ര പോരാട്ടങ്ങൾ, എത്രയെത്ര സമരങ്ങൾ, എത്രയെത്ര വേദികൾ, എന്തുമാത്രം ജനങ്ങളെ അഭിസംബോധന ചെയ്ത മനുഷ്യനാണ്. തമ്പ്രാൻ എന്ന് വിളിക്കില്ല, പാളേൽ കഞ്ഞി കുടിക്കില്ല എന്നതുപോലെ ഒരു തീഷ്ണവും തീവ്രവുമായ മുദ്രാവാക്യം നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഇങ്ങനെ അലയടിക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞത് VS ആയിരിക്കണം. അത് നമ്മൾ കേട്ടത് ആ നീട്ടിയും കുറുക്കിയുമുള്ള ശബ്ദത്തിലൂടെ ആയിരിക്കണം. അത് കേരളമുള്ള കാലത്തോളം, മനുഷ്യനുള്ള കാലത്തോളം ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുമെന്ന ഉറപ്പ് അവിടെ കൂടിയിരിക്കുന്ന ഓരോ മനുഷ്യർക്കും ഉള്ളപ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ട നേതാവേ നിങ്ങൾ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആകുക? നിങ്ങൾ ഒരിക്കലും അവസാനത്തേതല്ല. ഒരു മാതൃകയിലും നിങ്ങൾ അവസാനത്തേതല്ല. നിങ്ങളൊരു തുടർച്ചയായിരുന്നു. നിങ്ങൾക്ക് മുൻപേ നടന്ന ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. നിങ്ങളിലെ വിപ്ലവ മൂല്യത്തെ കണ്ടെത്തിയ കൃഷ്ണപിള്ള അടക്കമുള്ള സഖാക്കളുണ്ടായിരുന്നു. പിന്നീടത് ഒരുപാട് നേതാക്കളിലൂടെ AKGയിലൂടെയും EMS-ലൂടെയും ഒക്കെ തുടരുമ്പോൾ, നയനാരിലൂടെയും ഒക്കെ തുടരുമ്പോൾ അതിൻ്റെ തുടർച്ചയായിരുന്നു ഒരു കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ. അത് VS-ലൂടെ എത്ര തലമുറകളിലേക്ക് കെടാത്ത കൈത്തിരിനാളമായി പടർന്നിട്ടുണ്ട് എന്നുള്ളത് ഈ 3 ദിവസം കൊണ്ട് തന്നെ ലോകത്തെ കേരളം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ VS അച്യുതാനന്ദൻ ഒരു തുടർച്ചയാണ്. മറ്റെല്ലാ കമ്മ്യൂണിസ്റ്റുകളെയും പോലെ ആ തുടർച്ച അതിങ്ങനെ തലമുറകളോളം തുടരും. അവർ ഏറ്റുവിളിക്കുന്നുണ്ട്, ഇല്ല VS മരിച്ചിട്ടില്ല, ജീവിക്കുന്നുണ്ട് ഞങ്ങളിലൂടെ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവായി എന്ന് പറയുക കൂടിയാണ്.